നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിറ്റ് പടങ്ങൾ ആകുമെന്ന് കരുതി പിണറായി എടുത്തതെല്ലാം ഇപ്പോൾ ചീറ്റി പോവുകയാണ്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ ഒരു പറോട്ട നാടകമൊക്കെ കഴിഞ്ഞ് പെൻഷൻ ദാനവും കഴിഞ്ഞു. ഇനി മറ്റൊരു ഹിറ്റ് പടത്തിന് കേരളപ്പിറവി ദിനത്തിൽ ദീപം തെളിയിക്കാൻ കാത്തിരിക്കുകയാണ് പിണറായി സർക്കാർ. പേര് അതിദാരിദ്ര്യ മുക്ത കേരളം. എന്നാൽ ഏതിലെങ്കിലും ഒന്ന് രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ച് സാംസ്കാരിക സാമ്പത്തിക വിദഗ്ധരൊക്കെ എടുത്തിട്ടങ്ങ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. അതിദാരിദ്ര്യ മുക്ത കേരളം, അതെങ്ങനെയാ സഖാവെ കണക്ക് കൃത്യമാകുന്നത്? ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കണക്കുകളും കണക്കുകൂട്ടലുകളും അമ്പേ പരാജയമാണ് എന്നതാണ് ചുരുക്കം. അടിസ്ഥാന ഘടകങ്ങളായ ഭക്ഷണം, ആരോഗ്യം, വസ്ത്രം, സുരക്ഷിത വാസസ്ഥലം, അടിസ്ഥാന വരുമാനം എന്നിവയൊന്നുമില്ലാത്ത വിഭാഗമാണ് അതിദാരിദ്ര്യം. രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട്: അതിതീവ്ര ക്ലേശ വിഭാഗവും തീവ്ര ക്ലേശ വിഭാഗവും. ഇത് തന്നെ രണ്ട് വിഭാഗമായി തിരിച്ചിട്ടുണ്ട്: അതിതീവ്ര ക്ലേശ വിഭാഗവും തീവ്ര ക്ലേശ വിഭാഗവും. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു. ഓരോ വിഭാഗവും തിരിക്കുന്ന തിരിപ്പേ അതും പാവങ്ങളുടെ പ്രസ്ഥാനം തന്നെയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. റേഷൻ കാർഡ്, ആധാർ ഇതൊന്നുമില്ലാത്തവരെയാണ് അതിദരിദ്രരായി നിർവചിച്ചിരിക്കുന്നത്. അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഈ പറയുന്ന വിദഗ്ധർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ദാരിദ്ര്യമുക്തമാക്കിയെന്നല്ല സർക്കാരിന്റെ അവകാശവാദം, അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തെന്നാണ് അവകാശവാദം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതാണ് നമ്മുടെ മന്ത്രി MP രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ലോകബാങ്കിന്റെ നിർവചനം അനുസരിച്ച് പ്രതിദിനം 180 രൂപയിൽ താഴെ വരുമാനത്തോടെ ജീവിക്കുന്നവരാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്നത്. റേഷൻ കാർഡും ദിവസ വരുമാനവുമില്ലാതെ കേരളത്തിലുള്ള 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാകാത്ത ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ തട്ടിപ്പ് പ്രഖ്യാപനമാണിതെന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി ഇത് സംബന്ധിച്ച് യാതൊരു പഠനവുമോ ഡേറ്റാ ശേഖരണവുമോ ഇതുവരെ നടത്താതെയുള്ള ഈ പ്രഖ്യാപനം ഇപ്പോൾ ഒരു പ്രഹസനം മാത്രമായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇരട്ടച്ചങ്കൻ പറയുന്നത് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ലത്രേ. സർവേയിലൂടെ കേരളത്തിലെ 64,006 അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയെന്നും അതിൽ 4,421 കുടുംബങ്ങൾ മരിച്ചുവെന്നും നാടോടികളായി കഴിയുന്ന 261 കുടുംബങ്ങളെ കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് ഇരട്ടച്ചങ്കൻ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കുടുംബാംഗങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചെന്നും ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയല്ലെന്നുമാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഇതിന്റെ കണക്കുകളോ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. ഇതിന്റെ ആധികാരികതയാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നത്. അതിദാരിദ്ര്യ മുക്ത കേരളമാണോ അതോ അഗതി മുക്ത കേരളമാണോ നിലവിലുള്ളതെന്ന ചോദ്യമാണ് ഇന്നലെ തുറന്ന കത്തിലൂടെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും സർക്കാരിനോട് ഇപ്പോൾ ചോദിക്കുന്നത്. ഇതിന്റെ മറുപടി ഇനി എന്താണോ എന്തോ. അതിദാരിദ്ര്യരെ കണ്ടെത്തിയ അധികാരികളുടെ പഠന റിപ്പോർട്ടും ഡേറ്റയും സർക്കാർ പുറത്തുവിടണം. സംസ്ഥാനത്തുള്ള 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളുടെ അതിദാരിദ്ര്യം മാറ്റിയോ എന്നും ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സും അസംഘടിത മേഖലകളിലെ തൊഴിലാളികളും അതിദരിദ്രരല്ലേ എന്നും ഈ ഒരു കത്തിലുണ്ട്. ഏറ്റവും ദരിദ്രരെന്ന വിഭാഗത്തിൽ മഞ്ഞ റേഷൻ കാർഡുള്ള അന്ത്യോദയ അന്ന യോജനത്തിൽ ഉൾപ്പെട്ടവർ 5.92 ലക്ഷം കുടുംബങ്ങളാണ്. ഇവരാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ കണ്ടെത്തിയ ഈ അതിദാരിദ്ര്യ വിഭാഗത്തിൽ 64,006 കുടുംബങ്ങൾ മാത്രമായത്? അപ്പോൾ ഇവർ അതിദാരിദ്ര്യത്തിലുള്ളവരല്ലേ? അങ്ങനെയെങ്കിലും മറ്റുള്ളവർ അതിദാരിദ്ര്യത്തിൽ നിന്നും കരകയറിയോ എന്നുള്ളതിന്റെ റിപ്പോർട്ടും പുറത്തുവിടണം. മഞ്ഞ കാർഡ് ഉള്ളവർക്ക് കേന്ദ്ര സഹായം ഇതുമൂലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിദാരിദ്ര്യ അവസ്ഥയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കഞ്ഞികുടിയും ഇപ്പോൾ പിണറായി സർക്കാർ മൂലം നിർത്തലാക്കും എന്നാണ് സത്യം. കാരണം അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് വരുമ്പോൾ ഈ മഞ്ഞ കാർഡുള്ള 5 ലക്ഷത്തി പുറത്തുള്ള ഈ കുടുംബാംഗങ്ങൾക്ക് ഇനി കിട്ടാനുള്ള റേഷൻ കൂടി ഇല്ല എന്നർത്ഥം. ഇനി സർക്കാർ മുൻപ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരമുള്ള അതിദരിദ്രര് അഗതികളാണ്.
2002 ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ 1,18,309 ആയിരുന്നു. അത്തരം കുടുംബങ്ങൾ എങ്ങനെയാണ് 64,006 ആയി ചുരുങ്ങിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റു ജനവിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതസ്ഥിതി അടങ്ങിയ സർവേ റിപ്പോർട്ടുകളും സർക്കാരിന്റെ കൈവശമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നീതി ആയോഗിന്റെ MBI റിപ്പോർട്ട് 2023 ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നും 1% താഴെയാണ് ദാരിദ്ര്യത്തിന്റെ നിരക്കെന്നും, അതായത് 0.55% മാത്രമാണെന്നും എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ടിന്റെ ആധികാരികത അനുസരിച്ചാണ് ഈ 64,006 ആൾക്കാരെ കണ്ടെത്തിയതും അവരെ അതിദാരിദ്ര്യ മുക്തമാക്കിയതും എന്നാണ് സർക്കാരിന്റെ വാദം. ഏതായാലും സർവേ പ്രകാരം അതിദാരിദ്ര്യരായി കണ്ടെത്തിയ ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സമഗ്ര അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി EPEP ഊർജിതപ്പെടുത്തിയത് ഈ റിപ്പോർട്ടിന് ശേഷമാണത്രേ. അതിന്റെ മാനദണ്ഡം ഇങ്ങനെയാണ്: ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, അടിസ്ഥാനം, വരുമാനം എന്നീ 4 സുപ്രധാന ഘടകങ്ങളിൽ ഗുരുതരമായ കുറവ് അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്കായി തയ്യാറാക്കിയ വ്യക്തിഗത മൈക്രോ പ്ലാനുകൾ വഴിയാണ് ഈ നേട്ടം കൈവരിച്ചതത്രേ. ഭക്ഷണം പാചകം ചെയ്യാൻ കഴിയാത്തവർക്ക് പാചകം ചെയ്ത ഭക്ഷണം ഉറപ്പാക്കി. ഭവനരഹിതർക്ക് വീടുകൾ നൽകി. ഏകദേശം 5.5 ലക്ഷം ദരിദ്ര കുടുംബങ്ങളിലെ അംഗങ്ങളുടെ കഞ്ഞുകൂടി ഇപ്പോൾ മുട്ടിയിരിക്കുകയാണ്. ദരിദ്രരേഖയ്ക്ക് താഴെ ആയതിനാൽ അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം മഞ്ഞ കാർഡ് നേടിയ 5.29 ലക്ഷം കുടുംബങ്ങൾക്ക് ഇനിമേൽ കേന്ദ്ര സഹായം ലഭിക്കുന്നില്ലെങ്കിൽ സൗജന്യ റേഷനായ അരിയും ഗോതമ്പും നൽകാനാവില്ല. ഖ്യാതി നേടാനുള്ള കേരള സർക്കാരിന്റെ കള്ളക്കളിയിൽ ദരിദ്രർ ഇനി പട്ടിണിയിലാവും എന്നതാണ് ചുരുക്കം. 2002 AK ആന്റണി മുഖ്യമന്ത്രിയും G കാർത്തികേയൻ ഭക്ഷ്യമന്ത്രിയുമായിരുന്നപ്പോൾ ആവിഷ്കരിച്ച ആശ്രയ പദ്ധതിയാണ് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അന്ന് തുടക്കമിട്ടത്. ആശ്രയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അവാർഡും ലഭിച്ചിരുന്നു. 2005 ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമാണ് കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് രാസത്വരകമായത്. 70കൾ മുതൽ ഗൾഫ് പ്രവാസികൾ ലക്ഷക്കണക്കിന് പണം കേരളത്തിലേക്ക് ഒഴുക്കിയത് കേരളത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുകയും അത് ദാരിദ്ര്യം അകറ്റുകയും ചെയ്തു. കാർഷിക മേഖല തകരുകയും വ്യവസായങ്ങൾ വളരാതിരിക്കുകയും ചെയ്ത കേരളം ആഭ്യന്തര വരുമാനത്തിൽ ഇപ്പോഴും വളരെ പിറകിലാണ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കള്ളപ്രചരണം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് LDF ശ്രമിക്കുന്നതെന്നും സർക്കാർ കണക്കുകളെ കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ടെന്നും കഥയറിയാതെയാണ് ദാരിദ്ര്യമുക്ത പ്രഖ്യാപനമെന്ന ആട്ടം കാണാൻ മമ്മൂട്ടി, മോഹൻലാലും കമൽഹാസൻ എന്നിവർ നാളെ സർക്കാർ മേളയിൽ എത്തുന്നതുമെന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്. ഏതായാലും ഇതൊക്കെ നേരത്തെയുള്ള സർക്കാരിന്റെ ചില പദ്ധതികളുടെ ബാക്കിയുള്ള പത്രം മാത്രമാണ്. അപ്പോൾ LDF സർക്കാർ മാത്രമാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്നാക്കുമ്പോൾ 1% താഴെ ഏകദേശം 0.77% മാത്രമായിരുന്ന 2016 കാലഘട്ടത്തിൽ 10 വർഷം ഭരിച്ചിട്ടും അതിദാരിദ്ര്യമുക്ത കേരളം ഇപ്പോഴാണോ ആക്കിയതെന്നൊരു ചോദ്യം മറുവിഭാഗം ഉയർത്തുന്നുണ്ട്. എത്രയും വേഗം അതിദാരിദ്ര്യമുക്ത കേരളമാക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കണക്കുകളൊന്നും അത്ര ശരിയല്ല ബിഗിലെ എന്നതാണ് ജനസംസാരം.